ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കിഡിലൻ 5 ആപ്ലിക്കേഷൻസ് ആണ്. അതായത് പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കിഡിലൻ 5 ആപ്ലിക്കേഷൻ. സോ ഞാൻ പറയാവുന്ന 5 ആപ്ലിക്കേഷൻസ് എന്തായാലും നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. സോ നിങ്ങളത് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഞാൻ പറയാൻ പോകുന്ന ഈ എല്ലാ ആപ്ലിക്കേഷൻസും നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിരിക്കും. ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടാണ്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഈസി ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാനും പറ്റും. സോ നമുക്ക് ഓരോ ആപ്ലിക്കേഷൻസ് ആയിട്ട് നോക്കാം. സോ നമുക്ക് എല്ലാവർക്കും ഇമെയിൽ ഉണ്ട്. സോ നമ്മുടെ ഇമെയിൽസിൽ വന്നിട്ട് കുറേ അധികം സ്പാം ആയിട്ടുള്ള മെയിൽസ്, അതുപോലെ പ്രൊമോഷണൽ മെയിൽസ്, അങ്ങനെ കുറേ അധികം മെയിൽസ് വന്നിട്ട് വളരെയധികം മെസ്സി ആയിട്ട് ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ ഇമെയിൽ കിടക്കുന്നത്. സോ നമുക്കത് ക്ലീൻ ചെയ്യാൻ പറ്റിയ ഒരു കിഡിലെ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഉണ്ട്. സോ ആ ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. സോ ആ ഒരു ആപ്ലിക്കേഷന്റെ പേരാണ് ക്ലീൻ ഇമെയിൽ എന്നുള്ളത്. സോ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ സൈൻ ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ സൈൻ ചെയ്ത ശേഷം ഇതുപോലൊരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നുണ്ടാവുക. സോ ഇവിടെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ക്ലീനിങ് സജഷൻസ്, അതേപോലെ വ്യൂ ആൻഡ് ക്ലീൻ യുവർ ഇൻബോക്സ് എന്നൊക്കെ പറഞ്ഞ് കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. സോ ഇവിടെ എക്സ്പ്ലോർ ആൻഡ് ക്ലീനിങ് സജഷൻസ് നമ്മൾ ജസ്റ്റ് ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ 55 മെയിൽ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. സോ നമുക്കിവിടെ കാണാൻ സാധിക്കും ഫ്രം ഫ്ലിപ്കാർട്ട് 448 മെയിലാണ് ഞങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്നിട്ടുള്ളത്. അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് 395 മെയിൽ, അതുപോലെ അഗെയിൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് 347 മെയിൽ. അങ്ങനെ നമുക്ക് എല്ലാം ഓർഗനൈസ് ചെയ്തിട്ട് കാണാൻ പറ്റും. സോ നമുക്ക് ഇതേപോലെ വരുന്ന പ്രൊമോഷണൽ മെയിൽസ് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ട്രാഷ് കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മുടെ അടുത്ത ഓപ്ഷനാണ് വ്യൂ ആൻഡ് ക്ലീൻ യുവർ ഇൻബോക്സ് എന്നുള്ളത്. സോ അത് നമ്മൾ ജസ്റ്റ് ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഇന്റർഫേസ്, അതായത് നമ്മളെ മെയിൽ തന്നെ ഇതേപോലെ ഓപ്പൺ ആയി വരും. ഇവിടെ നമുക്ക് 3 ഓപ്ഷൻ ഉണ്ട്: അൺറീഡ്, ഓൾഡ് മെയിൽ, അതുപോലെ ലാർജ് മെയിൽ. ഈ ഒരു രീതിക്ക് നമ്മുടെ മെയിൽ നമുക്ക് ഈസി ആയിട്ട് ഫിൽട്ടർ ചെയ്തെടുക്കാനും പറ്റും. സോ നമുക്കത് ഈസി ആയിട്ട് ഇവിടുന്ന് ചെയ്യാൻ പറ്റും. നമ്മുടെ മെയിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് വളരെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് അൺസബ്സ്ക്രൈബ് ഫ്രം മെയിലിംഗ് ലിസ്റ്റ് എന്നുള്ളതാണ്. അതായത് നമ്മൾ ചില വെബ്സൈറ്റിലൊക്കെ കയറുന്ന സമയത്ത് നമ്മുടെ മെയിൽ അവിടെ രജിസ്റ്റർ ആവും, പിന്നെ അവരുടെ പ്രൊമോഷണൽ മെയിൽസ് ഒക്കെ നമ്മളിലേക്ക് വരുന്ന ഒരു പ്രശ്നം നമുക്ക് വരാറുണ്ട്. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ 3ാമത്തെ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ പറഞ്ഞാൽ നമ്മൾ ഏതൊക്കെ മെയിലാണോ, ഏതൊക്കെ മെയിൽ ലിസ്റ്റിലാണോ നമ്മൾ പെട്ടിട്ടുള്ളത് അതൊക്കെ നമുക്ക് ഇവിടുന്ന് അൺസബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ഇവിടെ ഗൂഗിൾ ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, അതുപോലെ തന്നെ കുറേ അധികം വെബ്സൈറ്റ്സും കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മെയിൽ വന്നിട്ടുണ്ട്. സോ അതൊക്കെ നമുക്ക് ഇവിടുന്ന് അൺസബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ തന്നെ കിട്ടും. നമ്മൾ നോർമലി മെയിൽ ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇതൊന്നും പറ്റില്ല, നമ്മൾ ഓരോന്നും തപ്പി എടുക്കേണ്ടി വരും. സോ ഇവിടെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. ദെൻ നമ്മൾ ഇതേപോലെ താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇൻബോക്സ്, അൺറീഡ് മെയിൽ, ലാർജ് മെയിൽ എന്നൊക്കെ പറഞ്ഞ് വേറെയും കുറേ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് എന്റർടൈൻമെന്റ് മെയിൽ, അതേപോലെ റീഡ് ലേറ്റർ, നമ്മൾ അതുപോലെ കൊടുത്തിട്ടുള്ള ഓരോ കാറ്റഗറീസ് തിരിച്ച് നമ്മുടെ മെയിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ടോപ്പ് സെന്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ കുറേ അധികം ഓപ്ഷൻസും കാര്യങ്ങളും നമുക്കുണ്ട്. സോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും ഇത്. സോ ഇതിന്റെ ലിങ്ക് വന്ന് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. സോ നമ്മുടെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറേ അധികം അക്കൗണ്ട്സ് ഉണ്ടാവും. അതായത് ഇമെയിൽ ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും അങ്ങനെ കുറേ അധികം അക്കൗണ്ട്സ് ഉണ്ടാവും. സോ ഇതിലൊക്കെ നമ്മൾ പറയുന്നത് ഓരോ പാസ്വേഡ് ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. ചില സമയം നമ്മൾ ചില കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പാസ്വേഡ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും. സോ ചിലവർക്ക് പറഞ്ഞാൽ ഒന്നിലധികം ഇൻസ്റ്റാഗ്രാമും മെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ നമ്മൾ ചിലവരെന്ന് പറഞ്ഞാൽ പലതിനും പല ഡിഫറെന്റ് ആയിട്ടുള്ള പാസ്വേഡ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും സെറ്റ് ചെയ്യുന്നത്. സോ നമ്മളിപ്പോൾ രാവിലെ സെറ്റ് ചെയ്ത പാസ്വേഡ് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് മറന്നു പോകുന്ന ടീംസ് വരെ ഉണ്ട്. സോ അവർക്ക് യൂസ്ഫുൾ ആയ ഒരു കിഡിലെ ആപ്ലിക്കേഷൻ ആണ് നമ്മുടെ അടുത്തൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ബിറ്റ് വാർഡൻ എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ പേര് വരുന്നത്. നമുക്കിത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടാണ് നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. സോ നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ വെരിഫൈ മാസ്റ്റർ പാസ്വേഡ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നുണ്ടാവുക. സോ ഇതിനും നമ്മളൊരു പാസ്വേഡ് കൊടുക്കണം. ആ ഒരു സംഭവം നിങ്ങൾ മറന്നും പോകരുത്. ഓക്കെ. സോ ഈ ഒരു ആപ്ലിക്കേഷനിൽ എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതായിരിക്കും ഇതിന് ഇന്റർഫേസ് എന്ന് പറയും. സോ ഈ ഒരു ഇന്റർഫേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ അക്കൗണ്ട്സ് ആണോ ഉള്ളത്, അതായത് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, അതുപോലെ ഒന്നിലധികം ഇമെയിൽസ് ഉണ്ടെങ്കിൽ അത്, സോ അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്ത് വെക്കാം. അതിൻ്റെയൊക്കെ പാസ്വേഡ് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാം. അത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ആവശ്യം വരുന്ന ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ഈസി ആയിട്ട് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. സോ അതാണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ യൂസ് എന്ന് പറയുന്നത്. സോ നോർമലി ഉള്ള ഒരാൾക്ക് ഒരു ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഒരു ഇമെയിൽ അങ്ങനത്തെ കാര്യങ്ങളേ ഉണ്ടാവും. പക്ഷെ നമ്മൾ കുറേ അധികം ഇമെയിൽസും കുറേ അധികം ഫേസ്ബുക്ക് അക്കൗണ്ട്സ്, അതുപോലെ കുറേ അധികം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്സ് ഒക്കെ ഉള്ള ഒരാൾക്ക്, അതായത് കുറേ അധികം മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒന്നിലധികം ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഫോണിന് എന്തെങ്കിലും ഒരു ചെറിയ കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ നമുക്കെല്ലാം ലോഗ് ഔട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും. സോ പിന്നെ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസർ നെയിം ഓർമ്മ ഉണ്ടാവുമെങ്കിൽ നമുക്ക് പാസ്വേഡോ കാര്യങ്ങളോ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. ഈ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾ ബാക്കപ്പ് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇമെയിലും, അതായത് ഇതിൽ സൈൻ ചെയ്തിട്ടുള്ള ഇമെയിലും പാസ്വേഡും വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ബാക്കിയുള്ള എല്ലാ പാസ്വേഡും ആക്സസ് ചെയ്യാനും പറ്റും.
നമ്മുടെ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഫയൽ എക്സ്പ്ലോറർ ആണ്. അതായത് നമ്മുടെ ഡീഫോൾട്ട് ആയിട്ട് ഫയൽ എക്സ്പ്ലോറർ എല്ലാറ്റിലും വരുന്നില്ല. ചില ഫോൺസിലൊക്കെ ഗാലറി മാത്രമേ കാണിക്കൂ, അല്ലെങ്കിൽ ഫോട്ടോസ് മാത്രമേ കാണിക്കൂ. ഒരു ഫയൽ എക്സ്പ്ലോറർ എന്നുള്ള രീതിക്ക് ചില ഫോൺസിലൊന്നും വരുന്നില്ല. സോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കിഡിലൊരു ആപ്ലിക്കേഷൻ ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. സോ ഇത് നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നമുക്ക് പ്ലേ സ്റ്റോറിൽ ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഇതായിരിക്കും അതിന്റെ ഇന്റർഫേസ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ഫയൽസ് ഒക്കെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ നമ്മൾ ഈ സൈഡിലെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമേജസ്, ഫോട്ടോസ്, വീഡിയോസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എല്ലാം ഇവിടെ തന്നെ കാണാൻ പറ്റും. ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കും. അതുപോലെ നമ്മൾ ഇവിടെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഫയൽസും ഒരുപോലെ സെലക്ട് ചെയ്യാനും അതുപോലെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനും എല്ലാ ഓപ്ഷൻസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വന്ന് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾ അവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ നാലാമത്തെ അഞ്ചാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഏകദേശം സെയിം പർപ്പസ് തന്നെയാണ് വരുന്നത്. സോ നമുക്ക് നാലാമത്തെ ആപ്ലിക്കേഷൻ നോക്കാം. ഇതാണ് നമ്മുടെ നാലാമത്തെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോഴുള്ള ഇന്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്റർഫേസ് ഇതാണ്. ഇവിടെ നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ടൈറ്റിൽ കൊടുക്കുക. അതായത് നിങ്ങൾ എന്താണോ ചെയ്യാൻ പോകുന്നത്, അതായത് ഈ ഒരു ദിവസം ഇന്നത്തെ 28 ജൂണിൽ എന്താണോ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ആ ഒരു ടൈറ്റിൽ നിങ്ങൾ ജസ്റ്റ് ഇതേപോലെ കൊടുക്കുക. ഇപ്പോൾ മൂവി ആണെങ്കിൽ മൂവി, അല്ലെങ്കിൽ ബുക്ക് റീഡിംഗ് ആണ് ബുക്ക് റീഡിംഗ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷൂട്ടിംഗ് അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഇതേപോലെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഫോട്ടോസോ കാര്യങ്ങളോ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും മീറ്റിങ്ങോ കാര്യങ്ങളാണ് അത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഇവിടെ അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് ഇതേപോലെ ബാക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ടുഡേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ കാണാൻ സാധിക്കും. ഇവിടെ മൂവി എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ഒരു റിമൈൻഡർ ആണൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടാവും. സോ നിങ്ങൾ പ്രൊഫഷണലി എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ, അതായത് നിങ്ങളൊരു ഡിസൈനർ അല്ലെങ്കിൽ വീഡിയോഗ്രാഫർ അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ, നിങ്ങൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വർക്ക് കീയിൽ അസൈൻ ചെയ്ത് വെക്കാൻ പറ്റും. ഏതൊക്കെ ദിവസം എന്തൊക്കെയാണ് വർക്ക് എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് ഇതിൽ അസൈൻ ചെയ്ത് വെക്കാം. നിങ്ങൾ രാവിലെ അണിച്ച് ഒരു ആപ്ലിക്കേഷൻ നോക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് എല്ലാ വർക്കും ഇതിൽ കാണാൻ സാധിക്കും. സോ നിങ്ങൾക്ക് ഒരു ദിവസത്തെ മാത്രമല്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരാഴ്ചത്തെയോ അല്ലെങ്കിൽ ഒരു മാസം മുമ്പേ ഉള്ള എല്ലാ വർക്കും നിങ്ങൾക്ക് ഇതിൽ സിമ്പിൾ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. നമ്മൾ ബാക്ക് വരാണെങ്കിൽ ഇവിടെ കുറച്ചധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇൻസൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ പറഞ്ഞാൽ നിങ്ങൾ ഇതിൽ അസൈൻ ചെയ്ത വർക്കുകളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ പ്രോഗ്രസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ദെൻ ഇവിടെ ക്ലൈംസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ടാസ്കും കാര്യങ്ങളൊക്കെയാണ് തന്നിട്ടുള്ളത്. സോ ഇവിടെ ടാസ്കിൽ നിങ്ങൾക്ക് 3 ഓപ്ഷൻ ഉണ്ട്. ഫീച്ചേർഡ്, അതുപോലെ പോപ്പുലർ, അതുപോലെ ന്യൂവസ്റ്റ് എന്ന് പറഞ്ഞ 3 ഓപ്ഷൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് സ്കിൻ കെയർ റൂട്ടീൻ, ഡെയിലി ട്രെഡ്മിൽ, അങ്ങനെ കുറച്ചധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. സോ നിങ്ങളൊരു ഹെൽത്തും കൂടെ നോക്കുന്ന ആൾ, അല്ലെങ്കിൽ കുറച്ചും കൂടെ ആക്ടിവിറ്റീസും കാര്യങ്ങളും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ ഒരു ക്ലൈംസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് നോക്കാം. സോ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 75 ഹാർഡ് മോട്ടിവേഷൻ ആൻഡ് ടിപ്സ് എന്നൊക്കെ പറഞ്ഞ് കുറച്ചധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിങ്ങൾ സ്റ്റാർട്ട് ക്ലൈം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെതായ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ നിങ്ങൾ ആ ഒരു വർക്ക് ഇതിൽ അസൈൻ ചെയ്ത വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇതേപോലെ സ്റ്റാർട്ട് ഹിയർ എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. സോ ഇപ്പോൾ ഇന്ന് 28 നിങ്ങൾ ഇതിലൊരു വർക്ക് അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമ്മൾ ഡേ എന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് മൂവി എന്ന് പറഞ്ഞിട്ട് വരും. ദെൻ നിങ്ങൾ ആ ഒരു ഗോള് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ ഒരു ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വർക്ക് നിങ്ങൾ ചെയ്തു എന്നുള്ള ആ ഒരു സംഭവം ഇവിടെ ഉണ്ടാവും. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് അടുത്ത വർക്കിലേക്ക് പോകാനും കാര്യങ്ങളൊക്കെ. അതായത് നിങ്ങൾക്ക് ഒരു അപ്പോയിന്റ്മെന്റ് സെറ്റർ അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് ഓർഗനൈസ് ചെയ്യാൻ കിട്ടുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. സോ ഇതിന്റെ ലിങ്ക് ഞാൻ വന്ന പ്ലേ സ്റ്റോറിൽ കൊടുത്തിട്ട് നിങ്ങൾ അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. സോ ഇതാണ് നമ്മുടെ അടുത്ത ആപ്ലിക്കേഷൻ. ടൂസ് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ പേര്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ നേരത്തെ ആപ്ലിക്കേഷൻ, നമ്മളെ നാലാമത്തെ ആപ്ലിക്കേഷൻ പോലെ തന്നെ നിങ്ങളുടെ മീറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു കിഡിലെ ആപ്ലിക്കേഷൻ ആണ്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് വെക്കാം. മീറ്റിംഗ്സ് മാത്രമല്ല, നമ്മൾ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതായിരിക്കും അതിന്റെ ഇന്റർഫേസ് പറയുന്നത്. ഇവിടെ നിങ്ങൾ കലണ്ടർ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്ത് യൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഫ്രൈഡേ ഇന്നത്തെ ദിവസം ഇവിടെ കാണിക്കും. നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിവിടെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഇന്റർഫേസ് ആയിരിക്കും ഇവിടെ ഓപ്പൺ ആയി വരിക. ഇവിടെ ഇന്നത്തെ ദിവസത്തിന്റെ എന്തെങ്കിലും കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. ഇവിടെയും നിങ്ങൾക്ക് ഫോട്ടോസ് അതുപോലെ ലിങ്ക്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ വെറുതെ ഇവിടെ ഒരു സംഭവം ആഡ് ചെയ്തിട്ടുണ്ട്, JSH എന്നിട്ട് വെറുതെ റാൻഡായിട്ട് ടൈപ്പ് ചെയ്താണ്. സോ നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്തൊക്കെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്, റീസെന്റ് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഡേയ്സ് എന്നുള്ള ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ ദിവസം എന്തൊക്കെ വർക്കാണോ ഏറ്റെടുത്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ലിസ്റ്റ് കാര്യങ്ങൾ അങ്ങനെ കുറേ അധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നേരത്തെ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലും അവൈലബിൾ ആണ്. നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനും നമ്മുടെ മാനേജ്മെന്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. നിങ്ങൾ കുറേ അധികം വർക്കൊക്കെ ചെയ്യുന്ന നിങ്ങൾ ഇപ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ ആണ്. സോ നിങ്ങൾക്ക് ഇന്നൊരു വർക്ക് ഉണ്ട്, ദെൻ അടുത്ത ആഴ്ച ഒരു വർക്ക് ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ അസൈൻ ചെയ്ത് വെക്കാം ഏതൊക്കെ ദിവസമാണ് വർക്ക് കാര്യങ്ങളൊക്കെ വരുന്നത്. അല്ല നിങ്ങളൊരു ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് ഏതൊക്കെ ഡേറ്റ്സിലാണ് വരുന്നത് അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ നോക്കുന്ന സമയത്ത് ഏതൊക്കെ ദിവസമാണ് നിങ്ങൾക്ക് വർക്ക് കാര്യങ്ങൾ എന്നൊക്കെ വളരെ ഈസി ആയിട്ട് അറിയാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു 3 ലൈൻ സെലക്ട് ചെയ്തിട്ട് ടു ഡൂസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക.
ദെൻ ന്യൂ ടു ഡു ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലൊരു ഓപ്ഷൻ വരും. ഇവിടെ താഴെ ഒരു അലാമിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്താണോ ചെയ്യാൻ പോകുന്നത്, ഏത് ഡേറ്റിലാണോ ഏത് ടൈമിലാണോ എന്നൊക്കെ ജസ്റ്റ് സെറ്റ് ചെയ്യുക. ദെൻ നമുക്ക് ഇവിടെ ഒരു റിമൈൻഡർ പോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് റിമൈൻഡർ തരും. അതായത് ഇന്ന ദിവസം ഇന്ന വർക്ക് ഉണ്ട് എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് ഒരു റിമൈൻഡർ കിട്ടുന്നതാണ്. സോ ഇതിൽ അസൈൻ ചെയ്യുന്ന വർക്കിനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു റിമൈൻഡർ നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. സോ ഇതാണ് നമ്മുടെ 5 ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഈ 5 ആപ്ലിക്കേഷൻ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ എന്തായാലും യൂസ് ചെയ്ത് നോക്കുക. ഇതിന്റെ ഒക്കെ ലിങ്ക് ഞാൻ ഓൾറെഡി പറഞ്ഞ ഡിസ്ക്രിപ്ഷനിലുണ്ട്. സോ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ ഇതുപോലുള്ള കൂടുതൽ ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് സെക്ഷനിൽ പറയാം. നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ ബാക്കിയിലേക്ക് എത്തിക്കുന്നതായിരിക്കും. സോ ഇനി ഇതേപോലുള്ള കൂടുതൽ കണ്ടന്റ്സിന് നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.